അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് 2019 8ാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവിഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് അവരടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ ഫ്രം ദ ഫോളോവിങ് മെറ്റൽസ്. അതായത് താഴെ പറയുന്ന ലോഹങ്ങളിൽ ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന വൈദ്യുതി ചാലകം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അയൺ, അലുമിനിയം, സിൽവർ. സിൽവറാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കേട്ടാ, സിൽവറാണ് ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നത്. ദെൻ അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിലേതാണ് രാസമാറ്റം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് തോന്നുന്നത് ഏറ്റവും നന്നായി ഉള്ളത്? രാസമാറ്റം ബേണിംഗ് ഓഫ് ഫയർ വുഡ്. കേട്ടോ, ബേണിംഗ് ഓഫ് ഫയർ വുഡാണ് ഏറ്റവും നല്ല കെമിക്കൽ ചേഞ്ച്. ദെൻ ഏറ്റവും നല്ലതെന്നല്ല, ഇതിനകത്തുള്ളതിൽ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് ഫയർവുഡാണ്. ദെൻ മൂന്നാമത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ആഡഡ് ടു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഫോർ ഒബ്റ്റെയിനിങ് സോർ ടേസ്റ്റ്. അതായത് കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി ലഭിക്കാനായിട്ട് ഏത് രാസവസ്തുവാണ് ചേർക്കുന്നതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് മൂന്നെണ്ണത്തിൽ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഫോസ്ഫറിക് ആസിഡാണ്. ഇതിൻ്റെ ഉത്തരം ഫോസ്ഫറിക് ആസിഡ്. കേട്ടോ, ഇതിലെ ഫോസ്ഫറിക് ആസിഡ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, ഫോസ്ഫറിക് ആസിഡ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ്. റിലേഷൻ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൻ്റെ അവർ നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ അത് ഫില്ലിങ്, അവിടെ ഒരു ഡാഷ് ഉണ്ട്, അത് ഏതാണെന്ന് നമ്മൾ ഒന്ന് പൂരിപ്പിച്ചെടുക്കണം. കേട്ടോ. അപ്പോൾ മെർക്കുറി സെല്ലിൽ വാച്ചസ്, കാൽക്കുലേറ്റർ, മെർക്കുറി സെല്ലുമായിട്ടുള്ള കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണിലെ കണക്ഷൻ ഇതേപോലെയുള്ള ഒരു സെൽ നമ്മൾ കണ്ടുപിടിച്ചെഴുതണം. ഏതാണ്? ലിത്തിയം അയേൺ സെൽ. കേട്ടാ, ഉത്തരം ലിത്തിയം അയേൺ സെല്ലിനാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ലിത്തിയം അയേൺ സെൽ. ലിത്തിയം അയേൺ സെല്ലാണ് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസുമായി കണക്ട് ചെയ്യപ്പെടുന്ന സെല്ല്. കണ്ടോ? അപ്പോൾ മെർക്കുറി സെല്ല് വാച്ചസ്, കാൽക്കുലേറ്റേഴ്സിൽ, ലിത്തിയം അയേൺ സെല്ല് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ. ഓക്കെ. ദെൻ അടുത്തത് അഞ്ചാമത്തെ കണക്കിലേക്ക് പോവാണ്. ക്ലാസിഫൈ ദ ഫോളോവിങ് മിക്സ്ചേഴ്സ് ഇൻ ടു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസും ഹെട്രോജീനിയസും മാഞ്ഞു പോയതാട്ടോ. ഹോമോജീനിയസും ഹെട്രോജീനിയസും ഏതൊക്കെയാണെന്ന് നമ്മൾ തരംതിരിച്ച് എഴുതണം. അപ്പോൾ ഹോമോജീനിയസിൽ വരുന്ന മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഷുഗർ സൊല്യൂഷനും എയറും. അതുപോലെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിലോട്ട് വരുന്നത് സാൾട്ട് ആൻഡ് സാൻഡും മഡി വാട്ടറും. ഇതാണ് എൻ്റെ ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ ഫ്രഷി കട്ട് സർഫേസ് ഓഫ് സോഡിയം മെറ്റൽ ഹാസ് എ ഷൈനി അപ്പിയറൻസ്. അതായത് സോഡിയത്തിൻ്റെ ഒരു കഷ്ണം നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് എക്സിബിറ്റഡ് ഹിയർ. അതായത് ഇവിടെ ഇതിൻ്റെ ഏത് തരം സ്വഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മെറ്റാലിക് ലസ്റ്റർ. അതാണ് ഇതിൻ്റെ ഉത്തരം. എ ക്വസ്റ്റിൻ്റെ ഉത്തരം മെറ്റാലിക് ലസ്റ്റർ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഡിയം മെറ്റൽ ഈസ് കെപ്റ്റ് ഈസ് കെറോസിൻ. മണ്ണെണ്ണയിലാണ് സോഡിയം ലോഹം സൂക്ഷിച്ചു വെക്കുക. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. സോഡിയം വളരെ കൂടുതൽ നല്ല ക്രിയാശീലതയുള്ള ഒരു ലോഹമാണ് സോഡിയം. സോ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. അതുകൊണ്ടാണ് അത് കെറോസിനിൽ, മണ്ണെണ്ണയിൽ മുക്കിയിട്ടാനുള്ള കാരണം.
എന്തിനാന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് ഇറ്റ്സ് കോണ്ടാക്ട് വിത്ത് എയർ. വായുവുമായുള്ള അതിൻ്റെ സമ്പർക്കം ഇല്ലാതാക്കാനായിട്ട്, വായുവുമായിട്ടുള്ള അതിൻ്റെ സമ്പർക്കം ഇല്ലാതാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കേട്ടോ? അപ്പോൾ എന്താണ്? സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, സോ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. എന്തിനാണ്? ടു പ്രിവെൻറ്റ് ഇറ്റ്സ് കോണ്ടാക്ട് വിത്ത് എയർ. കേട്ടല്ലോ? വായുവുമായുള്ള സമ്പർക്കം കുറയ്ക്കാൻ. ഓക്കെ, ദെൻ അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം മെറ്റൽസ് ആർ ഗിവൺ. കുറച്ച് മെറ്റൽസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സിങ്ക്, അയൺ, മഗ്നീഷ്യം, കോപ്പർ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദീസ് മെറ്റൽ റിയാക്ട്സ് വിഗറസ്ലി വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി, നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡുമായി നന്നായി പ്രവർത്തിക്കുന്ന മെറ്റൽ ഇതിൽ ഏതാണ്? അതിൻ്റെ ഉത്തരമാണ് മഗ്നീഷ്യം. കേട്ടാ? മഗ്നീഷ്യമാണ് അതിൽ നന്നായി ചെയ്യുന്ന ലോഹം, മഗ്നീഷ്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് വെൻ മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി വിച്ച് ഗ്യാസ്, ഏത് വാതകമാണ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അതായത് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ, ലോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകത്തെയാണ് പുറത്തേക്ക് വിടുന്നത് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഏത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ. ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റുള്ള ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ പേരാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോണത്. 8ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് സൊല്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് എഴുതണം. അതിൽ ശരിയുള്ളതെന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. കമ്പോണൻറ്റ്സ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. 4ാമത്തെ പറയുന്നത് ഇഫ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ഡസ് നോട്ട് ബിക്കം വിസിബിൾ. അതായത് ശക്തമായ പ്രകാശ ബീം നമ്മൾ ഇതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാത കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത് രണ്ടാണ് സൊല്യൂഷനെ പറ്റിയിട്ടുള്ള ശരിയായ ഉത്തരം. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ടേക്ക് സം സിൽവർ bromide in 2 dry watch glasses. Wrap one of these with a black paper and keep both of in sunlight for some time. അതായത് നമ്മൾ കുറച്ച് സിൽവർ ബ്രൊമൈഡ് 2 വാച്ച് ഗ്ലാസ്, ഈർപ്പമില്ലാത്ത, കേട്ടോ, ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ സിൽവർ ബ്രൊമൈഡ് എടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണം നന്നായി ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിയണം, അടുത്തത് നമ്മൾ പിന്നെ പൊതിയണ്ട. അങ്ങനെ 2 കൂടി, ഒന്ന് പൊതിഞ്ഞതും ഒന്ന് പൊതിയാത്തതും കൂടി സൺലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ദ ഒബ്സർവേഷൻ. എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? അത് ഇതാണ്. അതായത് സിൽവർ ബ്രൊമൈഡ് ടേക്കൺ ഇൻ ദ വാച്ച് ഗ്ലാസ്, സിൽവർ ബ്രൊമൈഡ് ടേക്കൺ ഇൻ ദ വാച്ച് ഗ്ലാസ് വിച്ച് ഈസ് റാപ്ഡ് വിത്ത് ദ ബ്ലാക്ക് പേപ്പർ അണ്ടർഗോസ് നോ ചേഞ്ച്. ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള സിൽവർ ബ്രൊമൈഡിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. വൈൽ ദ അതർ, പക്ഷേ മറ്റേതിന്, അതായത് പൊതിയാത്തത് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ടേൺസ് ബ്ലാക്ക് സിൽവറായിട്ട് ചേഞ്ച് ചെയ്യപ്പെടാണ് മറ്റ് പൊതിഞ്ഞു വെക്കാത്ത വാച്ച് ഗ്ലാസ്സിലുള്ളത്. ദെൻ അടുത്തത് റൈറ്റ് ദ റീസൺ ഫോർ ദ ചേഞ്ച്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിങ്ങനെ ഒരെണ്ണം ചേഞ്ച് ആവുന്നു, മറ്റത് ചേഞ്ച് ആവുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിൽവർ ബ്രൊമൈഡ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ച് ബൈ അബ്സോർബിങ് ലൈറ്റ്. അത് പൊതിയാതെ ഇരിക്കുന്ന, അതായത് കറുപ്പാതുകൊണ്ട് പൊതിയാതിരുന്നല്ലോ, അവിടെ നമ്മൾ അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ചിന് വിധേയമാവുകയാണ്.
അതായത് ബൈ അബ്സോർബിങ് ലൈറ്റ്, പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് അത് അവിടെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഇറ്റ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ആ പ്രവർത്തനത്തിൻ്റെ പേര്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ സിൽവർ ബ്രോമൈഡ് വെച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഇറ്റ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പം നേരിട്ട് സൂര്യപ്രകാശം പിന്നെ സിൽവർ ബ്രോമൈഡിലേക്ക് ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അവിടെ സിൽവർ ബ്രോമൈഡ് ബ്ലാക്കിലേക്ക് മാറുകയും ചെയ്യുന്നു. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോവിങ്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺസ് എന്നാണ് ചോദിക്കുന്നത്. ബട്ടർ മിൽക്ക് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. അതായത് ബട്ടർ മിൽക്ക് ഒരിക്കലും അലുമിനിയം വെസൽസിൽ സൂക്ഷിക്കാറില്ല. എന്താണ് ബട്ടർ മിൽക്ക് അലുമിനിയം വെസലിൽ സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം? അതിന് വളരെ സിമ്പിളായിട്ടൊരു കാരണമാണ്. ബട്ടർ മിൽക്ക് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ്. ബട്ടർ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇറ്റ് റിയാക്ട്സ് വിത്ത് അലുമിനിയം വെസൽസ് ആൻഡ് കോസസ് കൊറോഷൻ. ഇത് അലുമിനിയം വെസലുമായി പ്രവർത്തിക്കുകയും നാശമാകാനിടയുകയും കൊറോഷൻ സംഭവിക്കാനായിട്ട് സാധ്യതയുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ബട്ടർ മിൽക്ക് അലുമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാതിരിക്കുന്നതിനുള്ള കാരണം. അടുത്തത് 2ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ്. നമ്മുടെ കോപ്പർ വൈദ്യുതി കമ്പികൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അതിൻ്റെ കാരണമാണ് പറയുന്നത് കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. കണ്ട, കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഡക്റ്റിൽ. കോപ്പർ എന്ന് പറയുന്നത് നല്ലൊരു വൈദ്യുത ചാലകമാണ്. നമ്മുടെ കോപ്പർ വൈദ്യുതി കടത്തി വിടുന്ന നല്ലൊരു ചാലകമാണ്. അതോടൊപ്പം തന്നെ ഡക്റ്റൈൽ കൂടുതലുള്ള ഒരു പിന്നെ മെറ്റൽ കൂടിയാണ് കോപ്പർ. അതുകൊണ്ടാണ് കോപ്പർ അതിന് ഉപയോഗിക്കാനുള്ള കാരണം. അടുത്തത് ഫ്രം എക്യുപ്മെൻറ്റ്സ് ഇൻ കോസ്റ്റൽ ഏരിയാസ് അണ്ടർഗോസ് റസ്റ്റിംഗ് ക്വിക്ക്ലി. അതായത് നമ്മുടെ കടൽ തീര പ്രദേശങ്ങളിൽ ഇരുമ്പ് ഉപകരണങ്ങൾ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് സാൾട്ട്. തീരപ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഉപ്പിൻ്റെ അംശമുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രസൻസ് ഓഫ് സാൾട്ട് ഇൻ ദ അറ്റ്മോസ്ഫറിക് എയർ ഇൻ കോസ്റ്റൽ ഏരിയ. തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മുടെ ഇരുമ്പ് തുരുമ്പാവുന്ന പ്രവണതയ്ക്ക് ആ ഒരു ഫിനോമിനന് ആക്സലറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ പിന്നെ വേഗത കൊടുക്കും. ത്വരിത രീതിയിൽ പെട്ടെന്ന് തന്നെ വേഗതയിൽ തുരുമ്പ് പിടിക്കാനായിട്ടുള്ള സാധ്യത കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തീരെ ഈർപ്പമില്ലാത്ത ഒരു പിന്നെ ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കുന്നു. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ? ഏത് തരം ഗ്യാസ് ആണ് അവിടെ ഉണ്ടാവുന്നത്? അതിൻ്റെ ഉത്തരം തന്നെയാണ് ഓക്സിജനാണ് അവിടെ ഉണ്ടാവുന്നത്. ബി ക്വസ്റ്റ്യൻ റൈറ്റ് എ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദീസ്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. അതായത് നമ്മളോട് ഈ വാതകത്തെ തിരിച്ചറിയാനുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പരീക്ഷണക്രമം നമ്മളോട് എഴുതാൻ പറയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷണം എഴുതണം. എന്തായിരിക്കും ആ പരീക്ഷണം എന്നുള്ളതാണ് കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രിങ് എ ഗ്ലോവിങ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതായത് നമ്മൾ ഒരു ഗ്ലോവിങ് ഇൻസെൻസ് സ്റ്റിക്ക്, ഒരു ചന്ദനത്തിരി, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്തേക്ക് കാണിച്ചു കൊടുക്കുക. ഈ ഒരു പിന്നെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ചൂടാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതൊന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. ദ സ്റ്റിക്ക് ഫ്ലയേഴ്സ് അപ്പ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും
അതൊരു പിന്നെ ഒന്ന് ആളിക്കത്തുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലയർസ് അപ്പായിട്ട് നല്ല ഒന്നൊരു ഇത്തിരി ആളൽ പോലെ ഇത്തിരി ഒരു തീ പോലെ അത് കത്തി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ നമുക്കറിയാം തീ കത്താനായിട്ട് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു വാതകമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് ഓക്സിജൻ തന്നെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത്. ദെൻ നമ്മൾ പോകുന്നത് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. A saturated solution is prepared by dissolving salt in water. Take in a beaker. ഒരു ബീക്കറിൽ ജലമെടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് ലയിപ്പിച്ച് നമ്മൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് മാറ്റുന്നു. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാൽ എന്ത്? അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ടെക്സ്റ്റിൽ ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. വെറും ബൈഹാർട്ട് ചെയ്തിട്ടല്ല, മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ദ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിങ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറായ നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഞാനിതൊന്ന് പറഞ്ഞു തന്നു മാത്രം കേട്ടോ. ദെൻ എന്താണ് ബി ക്വസ്റ്റ്യൻ? സജസ്റ്റ് എ മെത്തേഡ് ടു ഡിസോൾവ് മോർ സാൾട്ട് ഇൻ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് കൂടുതൽ ഉപ്പ് നമ്മൾ ലയിപ്പിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് ലയിപ്പിച്ച് ചേർക്കുക. അതൊരു മാർഗം എന്ന് പറയുന്നതാണ് ആഡ് മോർ സൊല്യൂട്ട് ഇൻ ടു ദി സൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഇറ്റ്. നമ്മൾ കുറച്ചും കൂടി സൊല്യൂട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അതിനുശേഷം ചൂടാക്കുക. കേട്ടല്ലോ. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് വീണ്ടും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കൂടുതൽ ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദി സൊല്യൂഷൻ ഈസ് അലൗഡ് ടു കൂൾ സ്ലോലി ആൻഡ് കെയർഫുള്ളി to room temperature, solute does not separate out. Give the nature of such solutions. അതായത് ഈ ലായനി സാവധാനത്തിൽ സാധാരണ താപനിലയിലേക്ക് മാറ്റുമ്പോൾ, എന്നുവെച്ചാൽ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ പിന്നെ സൊല്യൂട്ട് അഥവാ പിന്നെ ഡസ് നോട്ട് സെപ്പറേറ്റ് ഔട്ട് എന്ന് വെച്ചാൽ അവിടെ ഇതിങ്ങനെ മാറുന്നില്ല എന്ന്, ആ ലീനം അവിടെ അവശിഷ്ടപ്പെടുന്നില്ല. ഇത്തരം ലായനികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിൻ്റെ പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കേട്ടല്ലോ, ഇതിൻ്റെ പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിന് അടുത്തത് നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ അയൺ റിംഗ് ഈസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ ഒരു ഇരുമ്പ് വളയിൽ വെള്ളി ആവരണം ചെയ്യുന്നതിൻ്റെ ക്രമീകരണത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അയൺ വളയാണ്, പിന്നെ അടുത്തത് പിന്നെ സിൽവർ അതുണ്ട്. കണ്ടല്ലോ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തെല്ലാം ഉണ്ട് ഇതൊക്കെ. ദെൻ ഈ ഒരു ക്രമീകരണത്തിൽ അയൺ, അതായത് ഇവിടെ ഇത് അയൺ നമുക്ക് ഈ വളയിലോട്ടേക്ക് സിൽവർ വളയിലോട്ടേക്ക് ഇതാക്കാനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ദെൻ ഓക്കെ, എന്താണ് എ ക്വസ്റ്റ്യൻ? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്? ഈ പ്രവർത്തനത്തിൽ ഏത് എനർജിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഉത്തരം ഇലക്ട്രിക്കൽ എനർജി. ഇത് കണ്ടാൽ അറിയാലോ അല്ലേ, ഇലക്ട്രിക്കൽ എനർജിയാണ്. ദെൻ അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇനി വിച്ച് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ ഫോർ കോട്ടിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിങ്? ഒരു അയൺ റിങ്ങിലേക്ക് കോപ്പറാണ് കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ഏത് ലായനിയാണ്, ഏത് സൊല്യൂഷനാണ് ഉപയോഗിക്കുക? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ.